ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗം ശ്ലോകം 58. യഥാ സംഹരതേ ചായം കൂർമഃ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. യഥാ സംഹരതേ ചായം കൂർമോऽംഗാനീവ സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. നമ്മുടെയെല്ലാം ഇന്ദ്രിയങ്ങൾ എപ്പോഴും വിഷയങ്ങളുടെ നേർക്ക് ഉന്മുഖമായിക്കൊണ്ടിരിക്കും. എന്നാൽ സ്ഥിതപ്രജ്ഞൻ വിഷയാനുഭൂതികളെ പാടെ തിരസ്കരിക്കുന്നവനല്ല. വളരെ യുക്തമായ ഒരു ഉപമ കൊണ്ട് ഭഗവാൻ ഇവിടെ അക്കാര്യം വ്യക്തമാക്കി പറയുന്നു. ആവശ്യത്തിന് അവയവങ്ങൾ പുറത്തിറക്കി പ്രവർത്തിപ്പിക്കുകയും പ്രതികൂല സാഹചര്യങ്ങളിൽ ആ അവയവങ്ങളെ സ്വന്തം തോടിനുള്ളിലേക്ക് വലിച്ചെടുത്ത് സൂക്ഷിക്കുകയും ചെയ്യുന്ന ആമയെന്ന പോലെ സ്ഥിതപ്രജ്ഞൻ നിയന്ത്രണ വിധേയമായ ഇന്ദ്രിയങ്ങളെ ആവശ്യത്തിനു മാത്രം പ്രവർത്തിപ്പിക്കുകയും മറ്റുള്ളപ്പോൾ അവയെ സംയമിച്ചു നിർത്തുകയും ചെയ്യുന്നു. ഈശ്വരാർപ്പണമായ കർമ്മങ്ങളിൽ സർവാത്മനാ മുഴുകുന്ന ഭക്തൻ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രണ പരിധിക്കുള്ളിൽ തന്നെ നിർത്തുന്നു. പ്രവർത്തനരാഹിത്യമല്ല, നിയന്ത്രണാവിധേയമായ പ്രവർത്തനമാണ് സ്ഥിതപ്രജ്ഞന്റെ കർമ്മം. അപരോക്ഷജ്ഞാനം ലഭിച്ചാലും ഒരാൾ ജീവൻ മുക്തമാകണമെന്നില്ല. മനോനാശവും വാസനാക്ഷയവും സമ്പൂർണമായാലേ ജീവൻ മുക്തി ഉണ്ടാകൂ. അതിനു വേണ്ടത് ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി നിർത്തുകയാണ്. അതിനാണ് ആമ അവയവങ്ങളെ ഉൾവലിക്കുന്നത് പോലെ എന്ന ഉപമ പ്രയോഗിച്ചിട്ടുള്ളത്. പ്രതികൂല സാഹചര്യങ്ങളിൽ അവയവങ്ങളെല്ലാം ഉള്ളിലാക്കി പാറ പോലെ കിടക്കുന്ന ആമ അനുകൂല സാഹചര്യങ്ങളിൽ അവയവങ്ങൾ പുറത്തേക്ക് നീട്ടി പ്രവർത്തിപ്പിക്കുന്നു. അതുപോലെ സ്ഥിതപ്രജ്ഞന്റെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണാവിധേയമായിരിക്കുന്നു. പാടെ ഇന്ദ്രിയങ്ങളെ ഹനിക്കുകയല്ല, നിയന്ത്രണാതീതനാക്കി എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിപ്പിക്കുക തന്നെ ചെയ്യുന്നു. ഈ സ്ഥിതപ്രജ്ഞന്റെ ഉപമ പോലെ നമ്മളിൽ ഓരോരുത്തരും പ്രവർത്തിക്കണം. ഒരു ആമയെപ്പോലെ വേണ്ടപ്പോൾ മാത്രം നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഇടപെടാവൂ, നമ്മൾ വേണ്ടതിനെ മാത്രമേ സ്വീകരിക്കാവൂ എന്നെല്ലാം ഇവിടെ ഉപമിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഇതിന്റെ വാക്കർത്ഥം ഇങ്ങനെയാണ്: യഥാ യാതൊരു സമയത്ത്, അയം ഇവൻ, സർവശഃ എല്ലാവിധത്തിലും, ഇന്ദ്രിയാർത്ഥേഭ്യഃ ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്ന്, ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ, കൂർമഃ ആമ, അംഗാനി ഇവ അംഗങ്ങളെ എന്ന പോലെ, സംഹരതേ പിൻവലിക്കുന്നുവോ, തസ്യ അവന്റെ, പ്രജ്ഞാ പ്രതിഷ്ഠിത